ചെയ്യുന്നത്. ശ്രീ കേണൽ ശ്രീ ബ്രിഗേഡിയർ വേണു നായർ, ഇവിടെ സൈന്യത്തിനാണ് പൂർണ്ണ പിന്തുണ, അല്ലെങ്കിൽ അവർക്കാണ് പൂർണ്ണ അഭിനന്ദനം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം, ഈ ആക്രമണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇതിനുള്ള സ്വാതന്ത്ര്യം മൊത്തം നമ്മുടെ സൈന്യത്തിന് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ഭരണകൂടവും നൽകിയിരുന്നു. അത് അവർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. 2 വനിതാ പ്രതിനിധികൾ സൈന്യത്തിന്റെ വന്ന് വാർത്താ സമ്മേളനം നടത്തുന്നു, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിടുന്നു. അങ്ങനെ ആദ്യഘട്ടം മുതൽ നമ്മുടെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നൽകിയ ഒരു പിന്തുണ ആർജവത്തോടെ ആത്മവിശ്വാസത്തോടെ പാകിസ്ഥാനെതിരെ നിൽക്കാനും അവരെ ആഞ്ഞടിക്കാനും വലിയ സഹായകരമാകി. ഇന്നും പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് സൈന്യത്തിനുമായി ബന്ധപ്പെട്ടാണ്, അവരെ പ്രശംസിക്കുകയാണ്, അവരുടെ ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്, അവരുടെ പ്രതിജ്ഞാബദ്ധതയുമായി ബന്ധപ്പെട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ജയ് ഹിന്ദ്. ഇന്ന് എല്ലാവർക്കും സന്തോഷകരമായൊരു ദിവസമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നോക്കുകയാണെങ്കിൽ ഒരു വിക്ടറി സ്പീച്ച് നടത്തുന്ന പോലെയാണ് ഇന്ന് സംസാരിച്ചത്. അദ്ദേഹം ഏതാണ്ട് 20 മിനിറ്റ് സംസാരിച്ചു. അത് തുടങ്ങിയത് നമ്മുടെ സൈന്യത്തിനെ പ്രശംസിച്ചുകൊണ്ടാണ്, അവരെ അത് തെളിയിച്ചതുകൊണ്ടാണ് ആ ഒരു പ്രശംസ വന്നത്. ഞാൻ ഒരു പൂർവ്വ സൈനികൻ എന്ന നിലയിൽ എനിക്കും അഭിമാനമുണ്ട്. നമ്മുടെ സൈന്യം ഇങ്ങനെ ഒരു ചലഞ്ച് വന്നപ്പോൾ അതിനെ നേരിടുകയും ഒരു വിജയം തന്നെ കൊടുത്തു. വിജയത്തിൻ്റെ അടുത്തെത്തി. ഒരു 4 ദിവസത്തെയാണെന്ന് കരുതണം, ആണ് നമ്മൾ കൊടുത്തത്. ഇതൊന്ന് നോക്കുകയാണെങ്കിൽ ഇത് 5ാമത്തെ യുദ്ധം എന്ന രീതിയിൽ എടുക്കൂ. 4 യുദ്ധം അവർ തോറ്റിരുന്നു. ഇപ്പം 5ാമത്തെ യുദ്ധവും അവർ തോറ്റിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയത് 71 വാറിലാണ്. അത് അവസാനിച്ചത് അവരുടെ അന്നത്തെ പാകിസ്ഥാൻ ഈസ്റ്റേൺ വിങ് പോയി, അത് ബംഗ്ലാദേശായി. അതുകൂടാതെ 93,000 പ്രിസണേഴ്സ് വാറാണ് ഉണ്ടായത്. അത് അവരുടെ ലെഫ്റ്റനൻറ്റ് ജനറൽ അദ്ദേഹം തൻ്റെ പിസ്റ്റൾ വെച്ച് കീഴടങ്ങുക എന്നുള്ളത് 1940 സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഉള്ള ഇത്രയും വലിയ സംഖ്യയിൽ ഒരു കീഴ്പ്പെടൽ നടക്കുന്നത് ഈ 71 വാറിന് ഇന്ത്യയാണ് അതിന് കാരണം, തലയുയർത്തി നിന്നതെന്ന്. അതുപോലെ തന്നെ ഇന്നും ഇഫ് യു നോക്കുകയാണെങ്കിൽ 4 ദിവസത്തെ യുദ്ധത്തും കൊണ്ട് അവർ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. അത് വലിയൊരു വിജയമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിക്കപ്പെട്ട ആയുധങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സൈഡിൽ നിന്നും പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നും ഫീൽഡ് ചെയ്ത എല്ലാം വാർ ടെസ്റ്റഡ് ആയിരുന്നില്ല. നമ്മുടെ ബ്രഹ്മോസ് എല്ലാവർക്കും ഇപ്പോഴേ തന്നെ രാഷ്ട്രങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും ഈ യുദ്ധത്തിൽ എംപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ടുള്ള അതിൻ്റെ പ്രഹരശക്തിയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AD സിസ്റ്റം, ഇൻറ്റഗ്രേറ്റഡ് AD സിസ്റ്റം നമ്മൾ കണ്ടു. അതാണ് അവരുടെ 2 ദിവസം തുടർച്ചയായിട്ട് പാകിസ്ഥാൻ നടത്തിയ ഇൻവേർഡ് ആക്രമണത്തിന് ഒരു തരിച്ചുപോൽ നമുക്ക് നാശമുണ്ടായിട്ടില്ല. അത് നമ്മുടെ സിസ്റ്റം, AD സിസ്റ്റത്തിൻ്റെ ഇതാണ്. നമ്മുടെ ആർമി ADയും എയർഫോഴ്സും എല്ലാം കൂടി കൂടിച്ചേർന്നാണ് ചെയ്തത്. അതിൽ തന്നെ നോക്കേണ്ടത് ഇതിൽ ഈ ഷോർട്ട് റേഞ്ച്, മീഡിയം റേഞ്ച് ആൻഡ് ലോങ് റേഞ്ച് വെപ്പൺസാണ് ടെസ്റ്റ് ചെയ്തപ്പെട്ടത്. ഷോർട്ട് റേഞ്ചിൽ നമ്മുടെ വിൻറ്റേജ് എക്യുപ്മെൻറ്റ് വരെ വളരെ സഹായകരമായിരുന്നു നമുക്ക്. അതിൽ മോഡിഫൈഡ് ചെയ്ത L70 വളരെ ഏതാണ്ട് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെ അതിൽ അവസാനമൊക്കെ യൂസ് ചെയ്തതാണ്. അതിനെ മോഡിഫൈ ചെയ്യാൻ നമ്മുടെ DRDO ആണ് മോഡിഫൈ ചെയ്തത്. മിനിറ്റിൽ 300-400 റൗണ്ട്സ് പെർ മിനിറ്റ് ഫയർ ചെയ്യാവുന്ന ശക്തി. അതൊക്കെയാണ് ആക്ച്വലി ഈ ഡ്രോൺസിനെ തകർത്തത്. അതുപോലെ തന്നെ ആകാശ് തീർ എന്ന് പറയുന്ന ഒരു പുതിയ വെപ്പൺ സിസ്റ്റം, ഇത് വാർ ടെസ്റ്റഡ് ആയിരിക്കുകയാണ്. അത് വളരെ ഹിറ്റായി ആയിരിക്കുകയായിരുന്നു. ഒരു 30 കിലോമീറ്റർ ഉള്ളതാണ്, സൂപ്പർസോണിക്കാണ്. അത് ടോട്ടലി നമ്മുടെ DRDO ഡെവലപ്പ് ചെയ്തതാണ്. നമ്മുടെ ഭാരത് ഡൈനാമിക്സ് ആണ്, ഇലക്ട്രോണിക്സും കൂടിയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതും വാർ ടെസ്റ്റഡായി. അതുപോലെ തന്നെ നമ്മുടെ പഴയ വിൻറ്റേജ് എക്യുപ്മെൻറ്റ്സായ പിച്ചോറ,
ഓസ AK മുതലായ ആയുധങ്ങളും ഇപ്പോഴും അതായത് വാർ വർത്തിയാണ് നമ്മുടെ സൈനിക ശക്തി എത്രത്തോളം ഉണ്ട്, നമ്മൾ ഈ കണക്കൊക്കെ പറയുമല്ലോ, 4ാമത്തെ സൈനിക ശക്തി അല്ലെങ്കിൽ ഇത്ര ആയുധങ്ങളുണ്ട്, ഇത്ര പടക്കോപ്പുകളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈനിക ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തെ, പ്രത്യേകിച്ച് പാകിസ്ഥാനെ, ചൈനയെ ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. അദ്ദേഹം പറഞ്ഞ മേഡ് ഇൻ ഇന്ത്യ തെളിയിക്കപ്പെടുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിൽ മേഡ് ഇൻ ഇന്ത്യ എന്നുള്ള വാചകം എത്രമാത്രം പ്രസക്തമാണ് അത് തെളിയിക്കപ്പെട്ടു എന്നാണ്. അതെ, എന്താണ്? അതെ അതെ അതെ, എക്സാക്ട്ലി അതാണ് പറഞ്ഞു വന്നത്. തീർച്ചയായും ശ്രീ വേണുഗോപാൽ, അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ പുറകിലേക്ക് ഇനി രാഷ്ട്രങ്ങളെല്ലാം വരും. നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ വളരെ സക്സസ് ആണെന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് അന്വർത്ഥമാണ്. പിന്നെ നമ്മുടെ DRDOന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, DRDOന് കുറച്ചുകൂടി ഇപ്പോൾ ടെക്നോളജി നമുക്കാരും പെട്ടെന്ന് തരാൻ പോകുന്നില്ല. നമുക്ക് ഹോം ഗ്രൗൺ ടെക്നോളജി ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ഫണ്ട്സ് വേണം. ഫണ്ട്സ് എനിക്കും തോന്നിയിട്ടുണ്ട് ഒരു 1.9% ഓഫ് GDP മാത്രമേ നമ്മുടെ ഡിഫൻസിന് വേണ്ടി കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ ഒരു വേദന എനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ കൊടുത്ത ഫണ്ടിനെ കൂടുതലും ഉള്ള ഒരു റിസൾട്ടാണ് നമുക്ക് രാഷ്ട്രത്തിന് ഈ നൽകിയിരുന്നത്, ഇപ്പം നൽകിയത്. അപ്പോൾ ഈ ചുരുക്ക സമയത്തിനുള്ളിൽ നമ്മുടെ മെയ്ഡ് ഇൻ കൂടുതലും ഇപ്പോൾ S-400 ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് എടുത്ത തീരുമാനത്തിനെയും നമ്മൾ ശ്ലാഘിക്കണം. ഇപ്പം നമുക്ക് 36 നമ്മുടെ കയ്യിലുള്ളത്, പക്ഷേ 120 നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ശക്തി എന്താകുമായിരുന്നു എന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എല്ലാവിധത്തിലും തയ്യാറായിട്ടാണ് ഇരുന്നത്. എസ്കലേഷൻ നടത്തിയത് പാകിസ്ഥാനാണ്. എസ്കലേഷൻ നടത്തി ചോദിച്ചടിമേടിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പാകിസ്ഥാൻ ചെയ്തത്. ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നമ്മളൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്നനുസരിച്ച് കാര്യം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞത്. ശരിയാണ്, ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ബാക്കി ബ്രേക്കിന് ശേഷം എന്താണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്ന് നോക്കിയതിനു ശേഷം തുടർ നടപടി എന്നാണ് പറയുന്നത്. ഇതിൽ ശ്രീ MS വേണുഗോപാൽ